തഖ്ലീദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇജ്തിഹാദ് എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടാറുള്ളത്. എന്താണ് തഖ്ലീദ്? യാതൊരു പ്രമാണവുമില്ലാതെ ഒരാൾ പറയുന്നത് അന്ധമായി അനുകരിക്കുക, അതിനാണല്ലോ തഖ്ലീദ് എന്ന് പറയുക. ഖല്ലദ യുഖല്ലിദു തഖ്ലീദ്, ഈ പദത്തിൽ നിന്നാണ് അത് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ പൂമാല അണിയിക്കപ്പെടാറുണ്ടായിരുന്നു. അതിനറിഞ്ഞുകൂടാ താൻ അറുക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്ന്. അതിങ്ങനെ തെളിക്കുമ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അന്ധമായ അനുകരണം എന്ന് പറയുന്നത്. അതാണ് എക്കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസപരമായ കാര്യത്തിലും കർമ്മപരമായ കാര്യങ്ങളിലും അന്ധമായ അനുകരണം നടന്നു വരുന്നു. ചില ആളുകളുടെ ബൈലോയിൽ തന്നെ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ചില പള്ളി മഹല്ലുകളിൽ അവരുടെ ബൈലോകളിൽ എഴുതി വച്ചിട്ടുണ്ട്, ഈ പള്ളി വിശ്വാസപരമായി അഷ്അരി ത്വരീഖത്തോ അല്ലെങ്കിൽ മാതുരീദിയ ത്വരീഖത്തോ അനുസരിച്ച് ആ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് ഉള്ളതാണ്, അവരാണ് ഈ പള്ളിയിലുള്ള ഭാരവാഹികൾ എന്ന്. അപ്പോൾ വിശ്വാസപരമായിട്ട് അഷ്അരി ഇമാം പറഞ്ഞത് അല്ലെങ്കിൽ മാതുരീദി ഇമാം പറഞ്ഞത് അന്ധമായിട്ട് അനുകരിക്കുക. ആ അനുകരണം ഖുർആനിനും ഹദീസിനുമൊക്കെ എതിരായിട്ടാണ് പറഞ്ഞതെങ്കിലും അവരെ തഖ്ലീദ് ചെയ്യണം എന്ന്. അതുപോലെ കർമ്മപരമായിട്ട് നാലാലൊരു മദ്ഹബ്, ഒന്നുകിൽ ഷാഫി മദ്ഹബ്, അല്ലെങ്കിൽ ഹനഫി മദ്ഹബ്, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബ്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബ്, 12ഓളം മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അബ്ബാസിയാക്കളുടെ ആ കാലഘട്ടത്തിലാണ് മറ്റ് മദ്ഹബുകൾക്കൊക്കെ പ്രചാരം ലഭിക്കപ്പെടാതെ പോവുകയും ഈ 4 മദ്ഹബുകൾക്ക് പ്രചാരം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം പറഞ്ഞാൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം. ആ ഷാഫി ഇമാം പറഞ്ഞത് ഖുർആനിനെതിരാണെങ്കിലും ഹദീസിനെതിരാണെങ്കിലും അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യണം. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല പറഞ്ഞത് ഖുർആനിനെതിരായിട്ടാണോ ഹദീസിനെതിരായിട്ടാണോ പറഞ്ഞതെങ്കിൽ അതും അന്ധമായിട്ട് അനുകരിക്കുക. എന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ പുതിയ മുജ്തഹിദുകളായിട്ട് രംഗത്ത് വരികയും ചെയ്യാറുണ്ട്. അവർക്ക് അനുകൂലമായിട്ട് ഫത്വ നൽകുവാൻ വേണ്ടി പുതിയ മുജ്തഹിദുകളായിട്ട് രംഗത്ത് വരും. സാധാരണ പറയാറുള്ളത് ഇജ്തിഹാദിൻ്റെ കാലം കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് ഇമാമുകളോടുകൂടി, ഇനി ഇജ്തിഹാദ് ആരും ചെയ്യേണ്ടതില്ല. ഇത് പറയുന്ന അതേ ആളുകൾ തന്നെ, അതേ പണ്ഡിതന്മാർ തന്നെ പുതിയ ഇജ്തിഹാദ് പല വിഷയത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പലിശ ഹലാലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇജ്തിഹാദ് ചെയ്തു, ഒരു ഗ്രന്ഥം വരെ എഴുതി. അങ്ങനെ പല കാര്യത്തിലും അവർ പുതിയ ഇജ്തിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ശിർക്ക്പരമായ കാര്യം ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് മുദബ്ബിറുൽ ആലമാണ്, കോഴിക്കോട്ട് മറവ് ചെയ്യപ്പെട്ട ആ വ്യക്തി, അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ് എന്നുവരെ സ്വയം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇജ്തിഹാദ് എന്താണ്? ഇജ്തിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം കഠിനമായ പരിശ്രമം എന്നാണ്. അൽ ഇജ്തിഹാദു ഫിൽ ലുഗ ബദലുൽ മജ്ഹൂദ്, ഒരു മനുഷ്യൻ്റെ അധ്വാനം മുഴുവനും ചെലവഴിക്കുന്നതിനാണ് ഭാഷയിൽ ഇജ്തിഹാദ് എന്ന് പറയുന്നത്. വഫി ഉർഫിൽ ഉലമായി ബദലുൽ ഫഖീഹി ഉസ്അഹു ഫി ത്വലബിൽ ഇൽമി ബി അഹ്കാമി ശരീഅ. ഇജ്തിഹാദ് എന്ന് സാങ്കേതികമായി പറഞ്ഞാൽ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൻ്റെ പരമാവധി ചിന്തയും അവൻ്റെ കഴിവും ഉപയോഗപ്പെടുത്തുക, അതാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ആ ഇജ്തിഹാദിന് എപ്പോഴാണ് സ്ഥാനം? പരിശുദ്ധ ഖുർആനിൽ നസ്സായ ഒരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പിന്നെ ഇജ്തിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹദീത്തിൽ നസ്സായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പിന്നെ ഇജ്തിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല.
മറിച്ച് ഖുർആനിലും ഹദീസുകളിലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ആധുനികമായ വിഷയങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ അവയവദാനം, രക്തദാനം, അതുപോലെയുള്ള വിഷയങ്ങൾ, അതിന് ഖുർആനിലെ ആയത്തുണ്ടോ ഹദീസുകളുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് നേർക്കുനേരെ കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ പണ്ഡിതന്മാർ ഇജ്തിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവയവദാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് അഭിപ്രായങ്ങൾ മുസ്ലിം ലോകത്തുണ്ട്. ഒന്ന്, അവയവദാനം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ അവയവത്തിൻ്റെ ഉടമസ്ഥൻ അവനല്ല, അത് അല്ലാഹു തആലയാണ്. അതുകൊണ്ട് അല്ലാഹു തആല നൽകിയിട്ടുള്ള അവയവം അതിനെ കൃത്രിമം കാണിക്കുകയോ അതിനെ ദാനം ചെയ്യുവാനോ അവകാശമില്ല. ഇതാണ് ഒരു വാദം. മറ്റൊരു വാദം, എല്ലാം അല്ലാഹു തആല തന്നത് തന്നെയാണ്, പക്ഷേ ഒരു സഹോദരനോ സഹോദരിക്കോ ഈ അവയവം സ്വീകരിക്കേണ്ടതായ സന്ദർഭം വന്നാൽ അത് കൊടുക്കാൻ സന്മനസ്സുള്ള ആളുകൾക്ക് കൊടുക്കാം. അത് സ്വീകരിക്കുന്നതിന് വിരോധമില്ല. അവർ വെറുതെ അങ്ങ് ഇജ്തിഹാദ് ചെയ്ത് അഭിപ്രായം പറഞ്ഞതല്ല. അവയവദാനം ചെയ്യാം, അല്ലെങ്കിൽ കണ്ണ് ദാനം ചെയ്യാം എന്നതിന് ആയത്ത് നോക്കിയാൽ കിട്ടുകയില്ല. പിന്നെ എന്തിനാണ് കണ്ണ് ദാനം ചെയ്യുന്നത്? അത് കണ്ണിന് ആവശ്യമുള്ള ഒരുത്തന് നൽകുന്നൊരു സഹായമാണ്. ആ സഹായത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയവദാനം നടത്താം എന്ന് ഫത്വ നൽകി. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളിലും മുലപ്പാൽ നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചർച്ചയാണത്. റളാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം പുതിയ ഒരു പ്രശ്നം വരുമ്പോൾ ആയത്തും ഹദീത്തുകളും മുമ്പിൽ വെച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യുക, ഗവേഷണം ചെയ്യുക. ആ ഗവേഷണം ചെയ്യുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ആയത്ത് ഭാഷയിൽ നല്ല പരിജ്ഞാനമുണ്ടായിരിക്കണം. ഭാഷയറിയാത്ത ഒരുത്തൻ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്താൽ അതിന് വിലയില്ല. അപ്പോൾ ഭാഷ നന്നായിട്ടറിയണം, ഖുർആൻ നന്നായിട്ട് പഠിക്കണം, ഹദീത്തുകളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ഏതൊരു വിഷയത്തിലാണോ ഇജ്തിഹാദ് നടത്തുന്നത് ആ വിഷയത്തിൽ അവന് കൂടുതൽ ഗഹനമായ അറിവുണ്ടായിരിക്കണം. ലോകത്തുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായിക്കൊള്ളണം എന്നില്ല. ഏതൊരു വിഷയത്തിലാണോ ഇജ്തിഹാദ് നടത്തുന്നത് ആ വിഷയത്തിൽ അവന് പരിജ്ഞാനമുണ്ടായിരിക്കണം. ഇത് ഇജ്തിഹാദിൻ്റെ ഒരു ഷർത്താണ്. അതുപോലെ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഭാഷക്ക് ഒരു നിയമമുണ്ട്. ആ ഭാഷയിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആ പദത്തെ വ്യാഖ്യാനിക്കുവാൻ. ഒരു ഡിക്ഷണറിയിലും കാണാത്ത, ഒരു തഫ്സീറിലും കാണാത്ത പുതിയ ഒരാശയം ഒരാളുടെ മനസ്സിൽ തോന്നുകയാണ്. എന്നിട്ട് ആ ആശയം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ആരും പറയാത്ത പുതിയ മഅന അല്ലെങ്കിൽ പുതിയ അർത്ഥം ഒരു പദത്തിന് നൽകിക്കൊണ്ടിരിക്കുക, അതിന് ഇജ്തിഹാദ് എന്ന് പറയുകയില്ല. ഇത് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഖുർആനും ഹദീസും, ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. ആ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകേണ്ടത് എങ്ങനെ? ജമാലുദ്ദീൻ ഫാറൂഖ് ഇവിടെ പറഞ്ഞു, അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ളുഹു ബഅ്ള. ഖുർആനിൻ്റെ ഒരായത്ത് മറ്റൊരായത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ടിരിക്കും, വിശദീകരിച്ചു കൊണ്ടിരിക്കും. അതുതന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനം. രണ്ടാമതായി, ആ ആയത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വ്യാഖ്യാനമാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് നോക്കുക. മുഴുവൻ ആയത്തുകളും അങ്ങനെ ഒരു വിശദീകരണം അതിൽ നിന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അഹ്കാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ശരീഅത്തിലുള്ള വിധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിലും കണ്ടെത്തിയില്ലെങ്കിലോ സ്വഹാബ കിറാമിൻ്റെ ഇജ്മാഅ്, അവരെല്ലാവരും കൂടി യോജിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് സ്വീകരിക്കുക. ഇതാണ്
ആ വിഷയത്തിലുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആം 152 വചനത്തിൽ പറയുന്നു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. ഇതാണെൻ്റെ ചൊവ്വായ പാത, ആ പാത നിങ്ങൾ അനുധാവനം ചെയ്യുക. വലാ തത്തബിഉ സുബുല, അതിനെതിരിൽ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾ കണ്ടേക്കും, അത് പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ശരിയായ പാതയിൽ നിന്ന് നിങ്ങൾ ഭിന്നിച്ചു പോകും. അതാണ് ഈ മുസ്ലിം സമൂഹത്തിൽ കാണപ്പെടുന്ന ഭിന്നതയ്ക്കുള്ള ഒരു പ്രധാന കാരണം. ഒരായത്തിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെ വ്യാഖ്യാനിച്ചു തന്നുവോ ആ വ്യാഖ്യാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് മദ്ഹബുകൾ ഉടലെടുത്തു. അപ്പം ഇങ്ങനെ ഭിന്നിപ്പുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ദാലിക്കും വസ്വാക്കും ബിഹി, അല്ല നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്, ലഅല്ലക്കും തത്തഖൂൻ, ജീവിതത്തിൽ സൂക്ഷ്മത ബോധം കൈവരിക്കുവാൻ വേണ്ടി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖറുദ്ദീനുർ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഫദഖല ഫീഹി കുല്ലു മാ ബയ്യനഹു റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദീനിൽ ഇസ്ലാം. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ദീനായിട്ട് എന്തൊക്കെ വിവരിച്ചു തന്നുവോ അതൊക്കെ അതിൽ ഉൾപ്പെട്ടു. വഹുവൽ മൻഹജുൽ ഖവീം, അതാണ് ചൊവ്വായ പാത. വസ്സിറാത്തുൽ മുസ്തഖീം, നേർക്ക് നേരെയുള്ള മാർഗവും അതുതന്നെയാണ്. ഫത്തബിഉ ജുംലതഹു വതഫ്സീലഹു, മൊത്തമായും അതിൻ്റെ വിശദീകരണവും ഒക്കെ നിങ്ങൾ പിൻപറ്റുക. വലാ തഅ്ദിലു അൻഹു, അതിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകരുത്. ഫതഖഉ ഫിൽ ളലാലാത്ത്, അങ്ങനെ വന്നാൽ നിങ്ങൾ വഴികേടിൽ അകപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, ഒരു വര വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ സബീലുർ റുഷ്ദി, ഇതാണ് നേർമാർഗത്തിൻ്റെ പാത. സുമ്മ ഖത്വ അൻ യമീനിഹി വ അൻ ഷിമാലിഹി ഖുതൂത, പിന്നെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി കുറേ വരകൾ വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ സുബുലുൻ, ഇത് ആ പിഴച്ച മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ ഷൈത്വാൻ, ഓരോ പാതയിലും പിശാച് പതിയിരിക്കുന്നുണ്ട്. യദുഉ ഇലൈഹി, ആ പാതയിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട്. സുമ്മ തലാ ഹാദിഹിൽ ആയ, എന്നിട്ട് പ്രവാചകൻ ഈ വചനമങ്ങ് ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ആ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രമാണം ഹദീസാണ്. അത് നേരത്തെ അഹമ്മദ് കുട്ടി മദനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ പറഞ്ഞു, കൈഫ തഖ്ലി ഇദാ അറളലക ഖളാഉൻ, ഒരു വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ നീ എങ്ങനെ വിധിക്കും? അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമനുസരിച്ച് വിധിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അതില്ലെങ്കിലോ ഫബി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ സുന്നത്തനുസരിച്ച്. അതിലുമില്ലെങ്കിലോ ഞാൻ ഇജ്തിഹാദ് ചെയ്യും എന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇജ്തിഹാദ് ചെയ്യുമ്പോൾ സ്വഹാബികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ചില വിഷയത്തിൽ എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കിട്ടിയ ആ അഭിപ്രായം തെറ്റാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോ, ഉമർ റളിയല്ലാഹുവിന് കിട്ടിയ അഭിപ്രായം തെറ്റാണെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവോ പറഞ്ഞിട്ടില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്നു ഹസ്മും ഇക്കാര്യം പറഞ്ഞു. ഇബ്നു ഹസ്മ് വഹുവ യറുദ്ദു അലാ മൻ ഇഹ്തജ്ജ യഖൂലു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫി ഖൗലിഹി തആല വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീത്ത് ലിയുളില്ല അൻ സബീലില്ലാ, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീത്ത് ലിയുളില്ല അൻ സബീലില്ലാ എന്ന വചനം പിടിച്ചുകൊണ്ട് അലാ തഹരീമിൽ ഗിനാ, സംഗീതം ഹറാമാണ് എന്ന് പ്രസ്താവിച്ചു. ഇബ്നു ഹസ്മ് പറയാണ്, ഫലൈസ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ സംഗീതം ഹറാമാണെന്ന് റസൂലുള്ളാഹിയുടെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടില്ല. വലാ സബത അൻ അഹദിൻ മിന സ്വഹാബിഹി, പ്രവാചകൻ്റെ സ്വഹാബികളിൽ ഒരാളിൽ നിന്നും അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
വഇന്നമാ ഹുവ മിൻ ഖൗലി ബഅദിൽ മുഫസ്സിരീന, ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ആണത്. മിമ്മല്ലാ തഖൂമി ബിഖൗലിഹി ഹുജ്ജ, അവർ ആ മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ തെളിവ് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. വഹാദൽ ഖൗലു ഹുവ ഖൗലു ജുംഹൂരി അസ്ഹാബി ശാഫിഈ, ഇതാണ് ഇമാം ഷാഫിഈ മദ്ഹബിലെ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. കൽ ആമുദി വറാസി വൽ ജുവൈനി വഹുവ റിവായത്തുൻ അൻ അഹ്മദ്. ഇത് മജല്ലത്തു ശരീഅ വദ്ദിറാസാത്തുൽ ഇസ്ലാമിയ ജാമിയത്തുൽ കുവൈത്ത് ആ മാഗസിനിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. അതുപോലെ യഖൂലു ഇബ്നുൽ അറബി പറയുന്നു, വലാ ശക്ക വലാ ഖഫാ അലാ കുല്ലി മൻ അറഫ ശറഅല്ലാഹി മിനൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ആളുകൾ, അള്ളാഹുവിൻ്റെ ശറഅ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയവുമില്ല. ലാ മിനൽ ഫുഖഹായി, മുഹദ്ദിസീങ്ങളായ ആളുകൾക്ക് ദീനിൻ്റെ വിഷയത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലാ മിനൽ ഫുഖഹായി, എന്നാൽ അവർ ഏതുപോലെയല്ല, ഫുഖഹാക്കളെ പോലെയല്ല. അല്ലദീന യുഖല്ലിദൂന അഹ്ലൽ ഇജ്തിഹാദ്, അവരെന്ത് ചെയ്യുന്നു, ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകളെ അന്ധമായി അനുകരിക്കുന്നു. കഫുഖഹായി സമാനിന, നമ്മുടെ ഈ കാലത്തുള്ള ഫുഖഹാക്കളെ പോലെ. വലാ ഇൽമ ലഹും ബിൽ ഖുർആനി വലാ ബിസ്സുന്ന, ഖുർആനിനെ കുറിച്ചോ ഹദീസിനെ കുറിച്ചോ യാതൊരു പരിജ്ഞാനവും അവർക്കില്ല. വൈൻ ഹഫിളുൽ ഖുർആന, അവർ ഖുർആൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും വറഔ ഫീഹി മാ യുഖാലിഫു മദ്ഹബ ശൈഖിഹിം, അവരുടെ ഷെയ്ഖിൻ്റെ മദ്ഹബിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടാലും ലം യൽതഫിതു ഇലൈ, ഖുർആനിലേക്കോ ഹദീസിലേക്കോ മടങ്ങില്ല. നമ്മളെ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൽ പിടിച്ചു തൂങ്ങും. വലാ അമിലു ബിഹി വലാ ഖറൗ അലാ ജിഹത്തി ഇഖ്തിബാസിൽ ഇൽം വഅതമദു അലാ മദ്ഹബിൽ മുഖാലിഫി ലിഹാദിഹിൽ ആയ, ഈ ആയത്തിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളിലാണ് അവർ ഊന്നൽ നൽകുക. വലാ ഉദ്റ ലഹും ഇൻദല്ലാഹി ഫിദാലിക, അത്തരം മുഖല്ലിദുകളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു മാപ്പുമില്ല. ഫഅവ്വലു മൻ യതബറഅ മിൻഹും യൗമൽ ഖിയാമത്തി ഇമാമുഹും, അന്ത്യനാളിൽ ഈ അനുയായികളിൽ നിന്ന് ആദ്യമായി ഒഴിഞ്ഞു മാറുക അവരുടെ ഇമാമാണ്. എന്തുകൊണ്ട്? ഫൈന്നഹും ലാ യഖ്ദിറൂന യസ്ബുതു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്നും ഖുർആനിൽ നിന്നും എതിരായിട്ട് ഫത്വ കൊടുക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല. ഇത് ഫുതൂഹാത്തുൽ മക്കിയ എന്ന തഫ്സീറിൽ വിശദീകരിച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യുസ്തറത്തു ഫിൽ മുജ്തഹിദി ഷർത്താൻ, ഇജ്തിഹാദ് നടത്തുന്ന ഒരാൾക്ക് രണ്ട് ഷർത്തുണ്ട്. ഒന്ന്, അൻ യകൂന അദിലൻ, അവൻ നീതിബോധമുള്ളവനായിരിക്കണം, ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവനാകാൻ പാടില്ല. അത്താനി, രണ്ടാമത്തേത് അൻ യകൂന മുഹീത്വം ബി മദാരികി ശർഇ, ശർഇൻ്റെ ഇൽമുകൾ അവന് ചൂഴ്ന്നറിയണം. മദാരിക്കുൽ അഹ്കാം, മതവിധികൾ തേടിപ്പിടിക്കപ്പെടുന്ന സ്ഥലം. അൽ കിതാബു വ സുന്നത്തു വൽ ഇജ്മാഉ, ഖുർആൻ, ഹദീസ്, ഇജ്മാഉ, ഖിയാസ്, ഇതൊക്കെയാണ്. ഫൽ കിതാബു ഹുവൽ അസ്ൽ, ഒന്നാം സ്ഥാനം ഖുർആൻ തന്നെ. അമ്മൽ ഖിയാസു, എന്നാൽ ഖിയാസ് എന്ന് പറയുന്നത് അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഫയംബഗി അൻ യകൂന ഖാദിറൻ അലാ ഇസ്തിംബാതി ഇലലിൽ അഹ്കാം മിനൻ നുസൂസിൽ ഖാസ്സ വൽ അമ, ഖുർആനിൽ ചില ആയത്തുകൾ അമായിട്ട് വന്നിട്ടുണ്ടാവും, ചിലത് ഖാസായിട്ട് വന്നിട്ടുണ്ടാവും. ആ ആയത്തുകളിൽ നിന്നും ആ ഹുക്കുമുകളുടെ ഇല്ലത്തുകൾ ഗവേഷണം ചെയ്ത് എടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. വയജിബു അലൽ മുജ്തഹിദി അൻ യകൂന ആരിഫൻ അനിൽ അദില്ല, നമ്മൾ കൊണ്ടുവരുന്ന തെളിവുകളെക്കുറിച്ച് അറിയുന്നവനുമായിരിക്കണം. വാൻ യകൂനൽ മുജ്തഹിദു ആരിഫൻ അല്ലുഗ വൻ നഹ്വ്, അതുപോലെ ഭാഷയറിയണം, നഹ്വൊക്കെ അറിയണം. അപ്പോൾ അറബിയിൽ നിന്നൊക്കെ ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ലപോലെ അറിയുന്ന ആളായിരിക്കണം. ഇത് ഷെയ്ഖ് മുഹമ്മദുൽ ഖുദരി ബേക്കിൻ്റെ കിതാബു ഉസൂലുൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇജ്തിഹാദ് എല്ലാവർക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പം ചില ആൾക്കാരുണ്ട്, എന്താ, സർവമത സത്യവാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചില ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും, ചില ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും, ഫത്വ കൊടുക്കുകയും ചെയ്യും. ഇപ്പം അടുത്തായിട്ട് ഫത്വ കൊടുത്തത് എന്താ, SSLC പരീക്ഷയോ അതോ ഡിഗ്രി പരീക്ഷക്കൊക്കെ വായിക്കുന്ന കുട്ടികൾക്ക് തൽക്കാലം ജുമുഅക്കൊന്നും പോകേണ്ടതില്ല, പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ജുമുഅക്കൊന്നും പോകേണ്ടതില്ല. ഇതാണ് ഇപ്പോൾ ഒരു ഫത്വ. ഇതുപോലെ പല പുതിയ ഫത്വകളും
പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇജ്തിഹാദ് ചെയ്യുവാനുള്ള അവകാശം ഇസ്ലാം നൽകിയിട്ടില്ല. ആ ഇജ്തിഹാദ് ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ പൂർത്തിയാവൽ അനിവാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.